പി ജി ഫെച്ച് അറേ ഫംഗ്ഷനും പി ജി ഫെച്ച് ഓൾ ഫംഗ്ഷനാണ് ഞാൻ പറയുന്നത്. പി ജി ഫെച്ച് അറേ എന്ന് പറയുന്നത് ഒരു റോയിലുള്ള അറേനെ എല്ലാം ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പി ജി ഫെച്ച് അറേ പി ജി ഫെച്ച് റോ ഫംഗ്ഷൻ്റെ എക്സ്റ്റൻഡ് വേർഷനാണ്. ഇതിൽ നമുക്ക് ഫീൽഡ് നെയിമും ഫീൽഡ് നമ്പറും ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണിത്. ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ PHP ആഡ് ചെയ്യുന്നു. പിന്നെ ഡോളർ കണക്ഷൻ, അതായത് ആ കണക്ഷന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോളർ കണക്ഷൻ PG കണക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റ് ഈക്വൽ ടു ലോക്കൽ ഹോസ്റ്റ് DB നെയിം ഈക്വൽ ടു college1 യൂസർ പോസ്റ്റ്ഗ്രസ് പാസ്വേഡ് പോസ്റ്റ്ഗ്രസ്, ഈ ഒരു കോഡിലൂടെയാണ് നമ്മൾ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇഫിൽ നമ്മൾ ഡോളർ കണക്ഷൻ കൊടുത്തു. ആ കണക്ഷൻ്റെ ക്രിയേറ്റ് ചെയ്ത കണക്ഷന് ഇഫിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്കോയിൽ സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു college1, ഈ ഒരു കണക്ഷൻ കണക്ട് ചെയ്താൽ സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു കോളേജ് എന്ന് കാണിക്കും. കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് ഫൗണ്ടോ അല്ലെങ്കിൽ എൻ എറർ എക്വേർഡെന്നോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുക. പിന്നെ ഡോളർ ക്വറിയിലാണ് സെലക്ട് നെയിം മാർക്ക് ഫ്രം BCA. ഈ നെയിമും മാർക്കും ആണ് നമ്മൾ ഫെച്ച് ചെയ്തെടുക്കുന്നത്. ആ ഫെച്ച് ചെയ്യുന്ന റോ ആണ് നെയിമും മാർക്കും ഉള്ള റോ. അപ്പോൾ അവിടെ ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നു. പിന്നെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോളർ റിസൾട്ട് ഈക്വൽ ടു PG ക്വറി ഡോളർ കണക്ഷൻ ഡോളർ ക്വറി, ഈ രണ്ടിലുള്ള വേരിയബിൾസ് ആണ് നമ്മൾ റിസൾട്ടിൽ സ്റ്റോർ ചെയ്യുന്നത്. PG ഫെച്ച് അറേ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈൽ ലൂപ്പിലാണ് PG ഫെച്ച് അറേൻ്റെ ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുക. ഇതിൽ 3 വേരിയബിൾസ് കൊടുക്കും. ഡോളർ റിസൾട്ട് നൾ PG SQL_num. റിസൾട്ടിൽ നമ്മൾ എന്ത് റിസൾട്ടാണോ കൊടുക്കുന്നത് അത്, അതായത് കണക്ഷനും ക്വറിയുമാണ് റിസൾട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അത്. പിന്നെ നള്ള് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നൾ വാല്യൂ ആവാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് നള്ള് എന്നുള്ള വാല്യൂ കൊടുക്കുന്നത്. പിന്നെ PG SQL_num എന്ന് പറയുന്നത് നമ്പർ റിട്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PG SQL കൊടുക്കുന്നത്. ഇത് കണക്ഷൻ കിട്ടിയാൽ സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു college1 എന്നും കണക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ കുഡ് നോട്ട് കണക്ട് ടു കോളേജ് എന്നും പറഞ്ഞ് പ്രിൻ്റ് ചെയ്യും. കണ്ടൻറ്റ് മാത്രമാണ് പ്രിൻ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് കിട്ടുക. നെക്സ്റ്റ് വരുന്നത് PG ഫെച്ച് ഓൾ ആണ്. PG ഫെച്ച് ഓൾ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു അറേയിലുള്ള എല്ലാ ഡാറ്റയും പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. PG ഫെച്ച് അറേയിൽ നമുക്ക് വേണ്ട അറേ മാത്രം ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ ഇതിൽ എല്ലാ ഡാറ്റയും അതിൽ നിന്ന് ഫെച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതിനാണ് ഓൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാമ്പിളിൽ ഫസ്റ്റ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ക്വറി കൊടുക്കും. നമ്മൾ ക്വറി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വറി കൊടുക്കും. പിന്നെ ഇതിൽ കൊടുക്കുന്ന റിസൾട്ട് ഇഫ് ഡോളർ റിസൾട്ട്, ഇതിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ ആ റിസൾട്ട് പ്രിൻ്റ് ചെയ്യും. പക്ഷേ ഒരു റിസൾട്ടും ഇല്ലെങ്കിൽ എറർ ഒക്കേഡ് എന്നുള്ള ആ ഒരു സെൻറ്റൻസാണ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരിക. എന്നിട്ട് നമ്മൾ എക്സിറ്റ് ആവും. പിന്നെ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടെന്ന് വെച്ചാണെങ്കിൽ അത് നമ്മൾ കൊടുക്കുക ഡോളർ അറേൻ്റെ ഞാൻ ഇപ്പോൾ കൊടുത്ത പേരാണ് ARR എന്നുള്ളത്. അതിൽ ഈക്വൽ ടു PG ഫെച്ച് ഓൾ ഫംഗ്ഷനിൽ റിസൾട്ട്, ആ റിസൾട്ടാണ് എനിക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ റിസൾട്ട് എന്ന് കൊടുത്ത് പ്രിൻ്റ് _r എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അറേയിലെ എലമെൻറ്റ്സ് റോ വൈസ് ആയിട്ട് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിൻ്റ് _r യൂസ് ചെയ്യുന്നത്. ഇൻഡെക്സ് വൈസ് ആണ് റോ പ്രിൻ്റ് ചെയ്യുക. ഈ പ്രിൻ്റ് _r കൊടുക്കുമ്പോൾ ഇൻഡെക്സ് വൈസ് ആയിട്ട് നമുക്ക് റോ പ്രിൻ്റ് ചെയ്ത് വരും. അല്ലെങ്കിൽ ഈ കണക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കുഡ് നോട്ട് കണക്ട് ടു കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കും പ്രിൻ്റ് ചെയ്യുക. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടേബിളായിട്ടായിരിക്കില്ല ഔട്ട്പുട്ട് വരിക. ഇങ്ങനെ ഒരു സെൻറ്റൻസ് വൈസ് ആയിട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. അതായത് അറേ 0ൽ അറേയിൽ റോൾ നമ്പറും നെയിമും വരും. അതേപോലെ തന്നെ അതിൻ്റെ റോൾ നമ്പർ 1 ആണെങ്കിൽ നെയിം എന്ന് പറയുന്നത് ഇപ്പം
എന്ത് നെയിമാണോ കൊടുക്കുന്നത് അത് വരും. മാർക്കിൻ്റെ അവിടെ നമ്മളൊരു മാർക്ക് കൊടുത്താൽ അത് വരും. അങ്ങനെ സെൻറ്റൻസ് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഔട്ട്പുട്ട് വരിക. പക്ഷേ PG ഫെച്ച് അറേയിൽ ഒരു ടേബിൾ വൈസ് ആയിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതായത് നെയിം മാർക്ക് എന്നുള്ള 2 വാല്യൂസാണ് നമ്മളെടുത്തത്. അപ്പോൾ നെയിം എന്ന് പറയുന്നുള്ളൊരു കോളം ഉണ്ടാവും, മാർക്ക് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാവും. ഈ 2 സാധനങ്ങൾ, ആ 2 റോ ആണ് നമ്മൾ ഫെച്ച് ചെയ്തിട്ട് ആ അറേയിൽ നിന്ന് എടുക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പിക്ക്.